ചില ആളുകൾ തീരെ ചിരിക്കൂല, മസിൽ പിടിച്ചിരിക്കും. പലപ്പോഴും തോന്നിയിട്ടില്ല എന്ത് അഹങ്കാരാന്ന്. എൻ്റെ ഉപ്പാടൊപ്പം കുട്ടിക്കാലത്ത് പടച്ച ഏതൊക്കെ മോഡൽ സ്കൂട്ടറിൽ നർമ്മദയിൽ യാത്ര ചെയ്യാറുണ്ട് ഞാൻ. ചെറിയ കുട്ടി സീറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് മുമ്പിൽ, അതിലിങ്ങനെ ഇരുന്ന് പിടിച്ച് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അപ്പോൾ ആളുകളോടൊക്കെ ചിരിക്കും, അങ്ങനെ ചിരിച്ച് അസ്സലാമു അലൈക്കും, ഹലോ. ഇതാണ് ഉപ്പാടെ ക്യാരക്ടർ. അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ ഒരാളോട് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അയാൾ തിരിച്ച് ചിരിക്കുന്നില്ല. എനിക്ക് നല്ല വിഷമായി, ദേഷ്യം വന്നു. ഞാൻ ഇപ്പോഴോട് പറഞ്ഞു, ഇപ്പം മേലെ അയാളോട് ചിരിക്കരുത് കേട്ടോ. എന്നോട് പറഞ്ഞു, മോനെ അത് ഇപ്പാടെ ഫ്രണ്ടാ, നല്ല തമാശക്കാരനാ, ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇപ്പൊ അയാൾക്ക് തീരെ മനസ്സിന് സുഖമല്ല, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാ. മോനെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കും ആളുകൾ. അവർ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയില്ല. നമുക്ക് ചിരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അയാൾ ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ചിരിക്കേണ്ടത്. കാരണം നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടും. ചിലപ്പോൾ അവർക്ക് ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ എന്നോടൊന്ന് ചിരിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ അവരോട് ചിരിക്കുന്നത്. അതുകൊണ്ടെങ്ങാനും അവരുടെ മനസ്സിൽ ആ ഒരു തണുപ്പ് വന്ന് ചിരിച്ചാൽ എന്താ നമ്മൾ കൊടുത്തത്? വെറുതെയാണോ റസൂല് പറഞ്ഞ് ചിരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ദാനമാണെന്ന്, ദാനധർമ്മമാണെന്ന്, സദഖയാണെന്ന്. സ്മൈൽ ഓൾവേസ്. ആളുകൾക്ക് ആ ഒരു തണുപ്പ് നമ്മളിലൂടെ കിട്ടിയാലോ.